ഈ ഏറ്റവും പുതിയ മലയാളം OTT റിലീസുകൾ ഏതൊക്കെയെന്നറിയാം. മലയാളത്തിൽ നിന്നും ഒടിയങ്കം എന്നൊരു ചിത്രം റിലീസായിട്ടുണ്ട്. മനോരമ മാക്സിലൂടെയാണ് ചിത്രം OTT റിലീസായിരിക്കുന്നത്. സുനിൽ സുബ്രഹ്മണ്യൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ശ്രീജിത്ത് പണിക്കർ, നിഷ റീതി, അജയ് അനിൽ, ദാസേട്ടൻ കോഴിക്കോട് എന്നിവരും പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നു. C5 വഴി സ്ട്രീം ചെയ്യുന്ന കന്നഡ ചിത്രമാണ് 45. തമിഴ്, തെലുങ്ക്, മലയാളം എന്നീ ഭാഷകളിൽ ചിത്രം ഇപ്പോൾ ലഭ്യമാണ്. ശിവരാജ് കുമാർ, ഉപേന്ദ്ര, രാജ്ബി ഷെട്ടി എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ ചിത്രം ആദ്യ ദിവസം 5.5 കോടി രൂപയോളമാണ് കളക്ഷൻ നേടിയത്. എന്നാൽ ചിത്രത്തിന്റെ ആഗോള കളക്ഷൻ 25 കോടിയാണ്. ഏകദേശം 40 കോടിയാണ് ചിത്രത്തിന്റെ ബജറ്റ് പ്രതീക്ഷിക്കുന്നത്. ചിത്രം ഒരു ഡിസാസ്റ്റർ ആയിരുന്നു. ആമസോൺ പ്രൈം വഴി സ്ട്രീം ചെയ്യുന്ന ഒരു തെലുങ്ക് ചിത്രമാണ് പതാങ്. സ്പോർട്സ് ലവ് ഡ്രാമ വിഭാഗത്തിൽ പെടുന്ന ചിത്രം തെലുങ്ക്, ഹിന്ദി, കന്നഡ, തമിഴ്, മലയാളം എന്നീ ഭാഷകളിൽ ലഭ്യമാണ്. ഒരു പട്ടം പറത്തൽ ആസ്പദമാക്കി കഥ പറയുന്ന ചിത്രത്തിൽ പ്രണവ് കൗശിക്, വംശി പുജിത്, പ്രീതി എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നു. ചിത്രം ഹിറ്റ് സ്റ്റാറ്റസാണ് നേടിയത്. പ്രദീപ് അദ്വൈത് സംവിധാനം ചെയ്ത തെലുങ്ക് പീരീഡ് സ്പോർട്സ് ആക്ഷൻ ഡ്രാമ ചിത്രമാണ് ചാമ്പ്യൻ. 1947 ഒരു ഫുട്ബോൾ പശ്ചാത്തലമാണ് സിനിമ പറയുന്നത്. ദുൽഖർ സൽമാനും ചിത്രത്തിൽ ഒരു പ്രധാന കാമിയോയെ എത്തുന്നുണ്ട്. റോഷനും മലയാളി നടി അനശ്വര രാജനും പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ ചിത്രം ഏകദേശം 40 കോടി രൂപയിലധികം ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്നു. 25 കോടിക്കടുത്താണ് ചിത്രം ഫൈനൽ കളക്ഷൻ നേടിയത്. നെറ്റ്ഫ്ലിക്സ് വഴി തെലുങ്ക്, തമിഴ്, മലയാളം, കന്നഡ എന്നീ ഭാഷകളിൽ ഇപ്പോൾ ചിത്രം കാണാവുന്നതാണ്. തെലുങ്കിൽ നിന്നുള്ള മറ്റൊരു കോമഡി ചിത്രമാണ് കുറാം പാപ്പി റെഡ്ഡി. ഡിസംബർ 19-ന് തിയേറ്റർ റിലീസായ എത്തിയ ചിത്രത്തിൽ യോഗി ബാബു, ബ്രഹ്മാനന്ദം, നരേഷ് അഗസ്റ്റ്യ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നു. സെമി ആവറേജ് വിജയമാണ് ചിത്രം നേടിയത്. C5 ഇപ്പോൾ സ്ട്രീം ചെയ്യുന്ന ഈ ചിത്രം തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളിൽ ലഭ്യമാണ്. ഏറ്റവും പുതിയ OTT റിലീസുകൾ നേരത്തെ അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.